നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചർച്ചയായി റിയാസ് മൗലവി വധക്കേസ് വിധിയും. സർക്കാരിനും ഇടതുമുന്നണിക്കും വിധി രാഷ്ട്രീയ പ്രതിസന്ധിയാകുമ്പോൾ വിഷയം UDFന് പ്രചരണ ആയുധമാകും. റിയാസ് മൗലവി വധക്കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് രംഗത്ത്. കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ നിയമസഹായം നൽകുമെന്നും ലീഗ് ജില്ലാ നേതൃത്വം. കാസർഗോഡ് ഭീതി പരത്തിയ മരവടിക്കള്ളൻ ഒടുവിൽ പോലീസ് പിടിയിൽ. തിരുവനന്തപുരം പോത്തൻകോട് മുഹമ്മദ് അബ്ദുൽ ഹാദിയാണ് സേലത്ത് നിന്നും പിടിയിലായത്. കുമ്പള കളത്തൂർ ചെക്ക് പോസ്റ്റിലെ കാറ്റാടി പ്രവർത്തിക്കുന്നില്ല. കാറ്റാടി നന്നാക്കിയാൽ പരിഹാരമാകുക നൂറുകണക്കിന് കുടുംബങ്ങളുടെ ജലക്ഷാമത്തിന്. NCPS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. നിരവധി പ്രമുഖർ സ്നേഹവിരുന്നിൽ പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥി MP ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നൈറ്റ് മാർച്ച് നടത്തി. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ നിന്ന് മുദ്രാവാക്യമുയർത്തിയായിരുന്നു മാർച്ച്. വാർത്തകൾ വിശദമായി. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചർച്ചയായി റിയാസ് മൗലവി വധക്കേസ് വിധിയും. പ്രതികളെ വെറുതെ വിട്ട കോടതി വിധി സർക്കാരിനും ഇടതുമുന്നണിക്കും കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയാകുമ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ തിരഞ്ഞെടുപ്പിൽ വിഷയത്തെ വലിയൊരു പ്രചരണ ആയുധമാക്കുകയാണ് UDF. പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണമെങ്കിലും പ്രതികളെ ശിക്ഷിക്കാൻ സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്നാണ് പ്രതിപക്ഷ വിമർശനം. കാസർഗോട്ടെ പ്രമാദമായ റിയാസ് മൗലവി വധക്കേസ് വിധി സമൂഹത്തിലുമൊപ്പം രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിടുന്ന വിധിയായി മാറിയിരിക്കുകയാണ്. വിധിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വ്യാപകമായ ചർച്ചകൾ നടക്കുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും ഇത് വലിയ ചർച്ചയാവുകയാണ്. പ്രതികളെ വെറുതെ വിട്ട കോടതി വിധി സർക്കാരിനും ഇടതുമുന്നണിക്കും കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയാകുമ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ വിഷയത്തെ വലിയൊരു പ്രചരണായുധമാക്കുകയാണ് UDF. RSS പ്രവർത്തകർ പ്രതികളായ കേസിൽ സർക്കാരിനുണ്ടായ തിരിച്ചടി പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചയായാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. തെരഞ്ഞെടുപ്പിനിടെ ഈ വിഷയമുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി തിരിച്ചറിഞ്ഞുള്ള പ്രതികരണമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കോടതി വിധി ഞെട്ടലുണ്ടാക്കിയെന്നാണ് പ്രതികരിച്ചത്. കേസ് അന്വേഷണത്തിലോ നടത്തിപ്പിലോ ഒരു തരത്തിലുള്ള അശ്രദ്ധയോ അമാന്തമോ ഉണ്ടായിട്ടില്ല. പിന്നെ വരുന്ന പ്രശ്നം ഇത്രയധികം തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും സാക്ഷിമൊഴികളും എല്ലാം ഉണ്ടായിരുന്നിട്ടും കേസിലെ വിധിന്യായം അത് പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ ശരിവെച്ചിട്ടില്ല. ഇത് സമൂഹത്തിൽ വല്ലാത്ത ഞെട്ടലാണ് ഉളവാക്കിയിട്ടുള്ളത്. റിയാസ് മൗലവിയുടെ ഘാതകർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതിനായി നിയമത്തിന്റെ എല്ലാ സാധ്യതകളും തേടുമെന്നതാണ് പറയാനുള്ളത്. കേസ് നടത്തിപ്പിലും അന്വേഷണത്തിലും വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും പ്രതിപക്ഷം കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത്. റിയാസ് മൗലവി കേസിൽ പ്രോസിക്യൂഷനും പോലീസിനും ഗുരുതര വീഴ്ച സംഭവിച്ചതായാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. പ്രതികളെ രക്ഷപ്പെടുത്തുവാൻ ഗൂഢാലോചന നടത്തിയതായും ശ്രീഎമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയുടെ ഫലമാണോ ഇതെന്ന് വ്യക്തമാക്കണമെന്നും പറഞ്ഞ സതീശൻ വണ്ടിപ്പെരിയാർ കേസിൽ സംഭവിച്ചതും സമാന രീതിയെന്നും കാസർഗോട്ട് ആരോപിച്ചു. റിയാസ് മൗലവി വധക്കേസിൽ പോലീസും പ്രോസിക്യൂഷനും ഗുരുതരമായ വീഴ്ച വരുത്തി. ഇത് ഭരണ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തന്നെ നടന്ന സംഭവമാണ്. കാരണം ഇതുപോലുള്ളൊരു വളരെ നിർണായകമായൊരു കേസ്, വളരെ നിഷ്കളങ്കനായിരുന്ന ഈ സംഘർഷത്തിൽ ഒന്നും പെടാത്ത ഒരാളെ ഒരു ക്രൂരമായി കൊല ചെയ്ത ഒരു സംഭവമാണ്. ഇത് മനുഷ്യ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ചൊരു സംഭവമാണ്. അത്തരമൊരു കേസിൽ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കി കൊടുക്കുക എന്നത് പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ചുമതലയാണ്. എന്നാൽ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് നിലവാരമില്ലാത്തതും ഏകപക്ഷീയവുമായിട്ടുള്ള അന്വേഷണമാണ് നടന്നതെന്നാണ്. ആവശ്യമായിട്ടുള്ളൊരു അന്വേഷണം നടന്നില്ല. ഇവർ RSSകാരാണെന്ന് തെളിയിക്കാൻ 6 സാക്ഷികളുണ്ടായിരുന്നു. അതിൽ ഒരു സാക്ഷിയെ മാത്രമേ വിസ്തരിച്ചുള്ളൂ. ബാക്കി 5 സാക്ഷികളെ എന്തുകൊണ്ട് വിസ്തരിച്ചില്ല എന്നത് ദുരൂഹമാണ്.
സമസ്ത മുഖപത്രം സുപ്രഭാതവും റിയാസ് മൗലവി കേസിലുണ്ടായിരിക്കുന്നത് പോലീസ് വീഴ്ചയെന്ന് ചൂണ്ടിക്കാട്ടി ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേസിൽ സർക്കാരിനെയും പോലീസിനെയും പ്രതിക്കൂട്ടിലാക്കുന്നതാണ് പ്രതിപക്ഷ വിമർശനങ്ങൾ. ഇത്തരത്തിൽ കാസർഗോഡ് മാത്രമല്ല സംസ്ഥാനത്താകമാനം വിഷയം ചർച്ചയാക്കുവാൻ പ്രതിപക്ഷം ശ്രമിക്കുമ്പോൾ വിഷയത്തെ കരുതലോടെ കൈകാര്യം ചെയ്യുവാനാണ് CPM നീക്കം. വിധിയിൽ കൂടുതൽ പ്രതികരിക്കുവാനായി ചൊവ്വാഴ്ച റിയാസ് മൗലവിയുടെ കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. റിയാസ് മൗലവി വധക്കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് രംഗത്ത്. IG റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കണം. കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ നിയമസഹായം നൽകുമെന്നും ലീഗ് ജില്ലാ നേതൃത്വം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. റിയാസ് മൗലവി വധക്കേസിൽ പുനരന്വേഷണം നടത്തണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം. IG റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാവണം അന്വേഷണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രതികളെ വെറുതെ വിട്ട കോടതി വിധിക്ക് കാരണം പോലീസിന്റെ പിടിപ്പുകേടാണെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ ആരോപിച്ചു. പ്രതികളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പോലീസ് തോറ്റുകൊടുക്കുകയായിരുന്നു. മൗലവി ധരിച്ച ലുങ്കി DNA ടെസ്റ്റിന് വിധേയമാക്കിയില്ലെന്നും ലീഗ് നേതാക്കൾ ആരോപിച്ചു. സർക്കാരിന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിടാമായിരുന്നു. അത് ചെയ്യുന്നില്ല. ഞങ്ങൾ കോടതിയെ സമീപിച്ചുകൊണ്ട് ആ കുടുംബത്തിന് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് ഉണ്ടാവും. ഇനി കാസർഗോഡ് ഇങ്ങനെ ഒരു കലാപഭൂമിയാക്കി മാറ്റാൻ അനുവദിക്കില്ല. അത് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞതാണ്. മുസ്ലിം ലീഗിൻ്റെ ഇടപെടൽ കാരണമാണ് കാസർഗോഡ് ഇത്തരം ഇതിന് ഒരു പ്രതികാര നടപടി ഇല്ലാതിരുന്നത്. 1.5 വർഷം മുമ്പ് നടന്ന ശ്രീനിവാസം വധത്തിലെ 14 പ്രതികളെയും തൂക്കിക്കൊല്ലുന്ന ഒരു സാഹചര്യം, വിധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതും ഇതും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന്. അപ്പോൾ സർക്കാരിൻ്റെ വീഴ്ച ഒരു തരത്തിലും തള്ളിക്കളയാൻ പറ്റാത്ത വീഴ്ചയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നത് വ്യക്തമാണ്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി, NA നെല്ലിക്കുന്നി MLA, CT അഹമ്മദ് അലി, PM മുനീർ ഹാജി, അഡ്വക്കേറ്റ് NA ഖാലിദ്, അഡ്വക്കേറ്റ് BK ഷംസുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അലനെയും താഹയെയും UAPA ചുമത്തി ജയിലിലിട്ട മുഖ്യമന്ത്രി RSS പ്രവർത്തകർ പ്രതികളായ കേസിൽ UAPA ചുമത്താൻ മടിക്കുന്നുവെന്ന് VD സതീശൻ. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ജനസഭ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. രാഹുൽ ഗാന്ധിയെ മുഖ്യമന്ത്രി വിമർശിച്ച കാര്യം ചൂണ്ടിക്കാണിച്ച് സംസാരിച്ച VD സതീശൻ കഴിഞ്ഞ 30 ദിവസമായി മുഖ്യമന്ത്രി ഒരേ കാര്യമാണ് പറയുന്നതെന്ന് പരിഹസിച്ചു. SDPI പിന്തുണ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകിയില്ല. കഴിഞ്ഞ 30 ദിവസമായി ഒരേ കാര്യം എല്ലായിടത്തും അദ്ദേഹം എഴുതി വായിക്കും. അത് പാർട്ടി യോഗത്തിൽ പോയാലും പ്രചരണ യോഗത്തിൽ പോയാലും പത്രസമ്മേളനത്തിൽ പോലും ഒരേ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, പൗരത്വ നിയമത്തിൽ കോൺഗ്രസിന് ആത്മാർത്ഥതയില്ല. പിന്നെ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ അടച്ചാക്ഷേപിക്കുക. ഇത് തന്നെയാണ് സ്ഥിരമായിട്ടുള്ള പരിപാടി. ഞങ്ങൾ ഇതിനെല്ലാം കൃത്യമായ മറുപടി പറഞ്ഞതാണ്. പൗരത്വ നിയമത്തിൽ കേരളത്തിലെ UDF നേതാക്കൾ അടക്കമുള്ള ആളുകൾ അതിശക്തമായി പാർലമെൻറ്റിൽ എതിർത്ത് സംസാരിച്ചതിൻ്റെ പ്രസംഗം ഞാൻ അയച്ചു കൊടുത്തു. പിന്നീട് പറഞ്ഞു ആരിഫ് മാത്രമേ വോട്ട് ചെയ്തുള്ളൂ, വേറെ ആരും വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നും പറഞ്ഞു. രാഹുൽ ഗാന്ധി അടക്കമുള്ള കേരളത്തിലെ UDF MPമാർ വോട്ട് ചെയ്തതിൻ്റെ രേഖകൾ, പാർലമെൻറ്റിലെ രേഖകൾ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് മുഖ്യമന്ത്രി അത് തന്നെ ഇരുന്ന് ഈ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പച്ചക്കള്ളം പറയാം. ഇന്നലെ അഡ്വക്കേറ്റ് ഷുക്കൂറിൻ്റെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. എന്തായിരുന്നു? ഇവർക്കെതിരായി UAPA നിയമം ചുമത്തണമെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു UAPA നിയമത്തിന് എതിരാണ് ഞങ്ങൾ, അതുകൊണ്ട് അത് നടപ്പാക്കാൻ താല്പര്യമില്ലെന്ന്. ഒരു പുസ്തകം വായിച്ചതിൻ്റെ പേരിൽ കോഴിക്കോട് അലനും താഹയും എന്നുള്ള 2 കുട്ടികളെ പിടിച്ച് UAPAയുടെ പേരിൽ ജയിലിലിട്ട മുഖ്യമന്ത്രിയാണ്. RSSകാരെതിരായിട്ട് UAPA ഉപയോഗിക്കില്ല. ഒരുപാട് സംഘടനകൾ UDFന് പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ SDPIയുമായിട്ട് ഒരു ധാരണയിലും UDF സംസാരിച്ചിട്ടില്ല. അവരുമായിട്ട് ഒരു സംസാരവും നടത്തിയിട്ടില്ല, ഒരു ധാരണയിലെത്തിയിട്ടില്ല. ഒരുപാട് ആളുകൾ UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. കാസർഗോഡ് ഭീതി പരത്തിയ മരവടി കള്ളൻ ഒടുവിൽ പോലീസ് പിടിയിൽ. തിരുവനന്തപുരം പോത്തൻകോട് മുഹമ്മദ് അബ്ദുൽ ഹാദിയാണ് സേലത്തു നിന്നും ബേക്കൽ പോലീസിന്റെ പിടിയിലായത്.
പകൽ നേരത്തെ എക്സിക്യൂട്ടീവായി എത്തി പുരുഷന്മാരില്ലാത്ത വീടുകൾ മനസ്സിലാക്കി രാത്രി ജനൽ വഴി മരവടി അകത്തു കടത്തി കവർച്ച നടത്തുന്നതാണ് അബ്ദുൽ ഹാദിയയുടെ രീതി. ജനുവരി 25 പുലർച്ചെ കാസർഗോഡ് കീക്കാനം ചേറ്റുകുണ്ടിലെ രമ്യയുടെ വീട്ടിൽ നടന്ന കവർച്ചയിലാണ് മുഹമ്മദ് അബ്ദുൽ ഹാദി ബേക്കൽ പോലീസിന്റെ പിടിയിലായത്. വീടിന്റെ കിടപ്പുമുറിയിലെ മേശയുടെ മുകളിൽ വെച്ചിരുന്ന ലേഡീസ് ബാഗിൽ സൂക്ഷിച്ച 1,81,500 രൂപ വില വരുന്ന സ്വർണമാലയും 1/4 പവൻ തൂക്കം വരുന്ന സ്വർണമോതിരവും 1,500 രൂപയുമാണ് കവർന്നത്. മരവടി ഉപയോഗിച്ച് ജനൽ വഴി ബാഗ് എടുത്തായിരുന്നു കവർച്ച. ഈ വീട്ടിലെയും കോട്ടക്കുന്നിലെ ചായക്കടയിൽ നിന്നും ലഭിച്ച CCTVയിലെയും ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ ആലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നുമാണ് പ്രതി തിരുവനന്തപുരം സ്വദേശിയാണെന്നും ഇയാൾക്കെതിരെ ഇവിടെയും കവർച്ചാ കേസുണ്ടെന്നും വിവരം ലഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സേലത്ത് മറ്റൊരു കേസിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന ഇയാളെ അവിടെ നിന്നുമാണ് ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കവർന്ന 1.5 ലക്ഷത്തോളം രൂപയുടെ സ്വർണം വിൽപ്പന നടത്തിയ കണ്ണൂരിലെ ജ്വല്ലറിയിൽ നിന്നും ബേക്കൽ പോലീസ് കണ്ടെടുത്തു. കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ചുള്ള ഒരു സ്വകാര്യ കമ്പനിയുടെ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടാണ് മുഹമ്മദ് അബ്ദുൽ ഹാദി കീക്കാനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെത്തിയത്. സാധനങ്ങൾ വിൽപ്പന നടത്തുന്നതോടൊപ്പം വീട്ടുവിശേഷങ്ങളും ചോദിച്ചറിയും. ഇതിനിടെ പുരുഷന്മാരില്ലാത്ത വീടുകൾ പ്രത്യേകം ശ്രദ്ധിക്കും. അങ്ങനെയാണ് കീക്കാനത്തെ കവർച്ച നടന്ന വീട്ടിലേക്കെത്തിയതും കവർച്ച നടത്തിയതും. ബേക്കലിലെത്തിച്ച മുഹമ്മദ് അബ്ദുൽ ഹാദിയെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി. ആലപ്പുഴ, തിരുവനന്തപുരം ഉൾപ്പെടെ ഒട്ടേറെ സ്റ്റേഷനുകളിൽ ഇത്തരത്തിൽ നിരവധി കേസുകൾ ഇയാൾക്കെതിരെയുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള കളത്തൂർ ചെക്ക് പോസ്റ്റിലെ കാറ്റാടി സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അറ്റകുറ്റപ്പണി നടത്തി കാറ്റാടി പ്രവർത്തനക്ഷമമാക്കിയാൽ 100 കണക്കിന് കുടുംബങ്ങളിലെ ജലക്ഷാമത്തിന് പരിഹാരമാകും. നാശത്തിന്റെ വക്കിലെത്തിയ കുമ്പള പഞ്ചായത്തിലെ കളത്തൂർ ചെക്ക് പോസ്റ്റിലെ വെള്ളം കാറ്റാടിയെ ഈ വേനൽക്കാലത്തെങ്കിലും നന്നാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ചെക്ക് പോസ്റ്റ് കവലയിലെ കിണറിൽ കാറ്റാടി സ്ഥാപിച്ചത് 30 വർഷം മുമ്പാണ്. വൈദ്യുതി ആവശ്യമില്ലാതെ കാറ്റിന്റെ സഹായത്തോടെ കിണറിൽ നിന്നും വെള്ളം നേരിട്ട് ടാങ്കിൽ എത്തിക്കുന്നതിനാണ് കാറ്റാടി സ്ഥാപിച്ചത്. വൈദ്യുതി ആവശ്യമില്ലാത്തതിനാൽ അന്ന് പദ്ധതിക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ നിരവധി പ്രദേശങ്ങളിൽ ഇത്തരം കാറ്റാടികൾ സ്ഥാപിച്ചിരുന്നു. 10 വർഷത്തിലേറെ നാട്ടുകാർക്ക് ഏറെ ഉപയോഗപ്രദമായിരുന്ന കാറ്റാടി വർഷങ്ങൾക്ക് മുമ്പ് ഇടയ്ക്ക് കേടായി. തുടർന്ന് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തനക്ഷമമാക്കിയെങ്കിലും 2 വർഷത്തിനു ശേഷം വീണ്ടും തകരാറ് സംഭവിക്കുകയായിരുന്നു. പിന്നീട് അധികൃതർ ആരും തന്നെ ഇതിന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എല്ലാവർക്കും വൈദ്യുതിയും വീടുകളിലേക്ക് നേരിട്ട് വെള്ളം എത്തിക്കുന്ന പദ്ധതികളും അടക്കം വന്നതോടെ കാറ്റാടി ഉപയോഗശൂന്യമാവുകയായിരുന്നു. അവിടെ എല്ലാം പൈപ്പ് ഇട്ടിട്ട് വെള്ളം കൊടുത്തോണ്ടുണ്ട്. പക്ഷേ വേനൽക്കാലത്തിലാകുമ്പോൾ പുഴയിൽ വെള്ളമില്ലാതെ ആ വെള്ളം കൊടുക്കാൻ സാധിക്കുന്നില്ല. ആ ടൈമിൽ ഇതിനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അന്ന് നമ്മൾ റിപ്പയർ ആക്കിയിട്ട് വെച്ചത്. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും വിടക്കായിട്ടുണ്ട്. അതിനെ റിപ്പയർ ആക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ഇതെടുത്തെങ്കിൽ ആ കിണർ ഒരു നല്ല സോഴ്സാണ്. അത് വെള്ളത്തിൻ്റെ അത് ശുദ്ധ വെള്ളമാണ്. ആ കിണറിനെ റിപ്പയർ ആക്കിയിട്ട് ആ വെള്ളത്തിന് ജനങ്ങൾക്ക് കൊടുത്താൽ ആ ചുറ്റുപാട് സാധാരണ ഒരു 100 വീടുണ്ട് അവിടെ. അവർക്ക് താത്കാലികമായിട്ട് ഒരു കുടിവെള്ളത്തിനായെങ്കിലും ഒരു പരിഹാരം കിട്ടുന്നിട്ടാണ് നമ്മളിത് അതിന് വേണ്ടിയ നടപടി പഞ്ചായത്ത് സർക്കാർ എടുത്തിട്ട് അതിന് ഉപയോഗപ്രദമാക്കാനായിട്ട് നമ്മൾ അഭ്യർത്ഥന. കത്തുന്ന വേനലിൽ എങ്ങും കടുത്ത ജലക്ഷാമം അനുഭവപ്പെടുമ്പോഴും കാറ്റാടി സ്ഥാപിച്ച ഈ കിണറിൽ 3 അടിയിലേറെ വെള്ളമുണ്ട്. വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായി തറയോട് ചേർന്ന് നിർമ്മിച്ച ടാങ്ക് നാശത്തിന്റെ വക്കിലാണ്. ചെറിയൊരു അറ്റകുറ്റപ്പണി നടത്തിയാൽ ഈ വേനൽക്കാലത്തെങ്കിലും 100 കണക്കിന് കുടുംബങ്ങളിലെ ജലക്ഷാമം പരിഹരിക്കാൻ ഇതിലൂടെ സാധിക്കും. കാറ്റാടിയെ സംരക്ഷിക്കാൻ ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. 4 സ്കൂളുകളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് തൃക്കരിപ്പൂരിൽ നടന്നു. ചന്ദര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്കൂളുകളിലെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത്. പടന്നക്കടപ്പുറം, കുട്ടമ്പത്ത്, തൃക്കരിപ്പൂർ, ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കുട്ടി പോലീസുകാരുടെ പാസിംഗ് ഔട്ട് പരേഡാണ് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ നടന്നത്. 4 സ്കൂളുകളിൽ നിന്നുള്ള സീനിയർ ബാച്ചിലെ 44 വീതം കേഡറ്റുകളാണ് പരിശീലനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയത്. പാസിംഗ് ഔട്ട് പരേഡ് ഉദ്ഘാടനം സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ്സ് കാസർഗോഡ് ജില്ലാ നോഡൽ ഓഫീസറും ഡിവൈഎസ്പിയുമായ MA മാത്യു നിർവഹിച്ചു.
എൻ്റെ അറിവിലും കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കുള്ളിൽ കാസർഗോഡ് ജില്ലയിലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്സിൽ ആകെ ഒരേ ഒരു കുട്ടി മാത്രമാണ് നമുക്ക് ഒരല്പമെങ്കിലും മോശമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോയതായി കാണപ്പെട്ടിട്ടുള്ളൂ. ബാക്കി കുഞ്ഞുങ്ങൾ മുഴുവൻ അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ, അവരിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം, ഇന്ന് അവര് എടുത്തിരിക്കുന്ന ഈ പ്രതിജ്ഞ പോലെ അവരുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് അവർ പ്രവർത്തിക്കുന്നവരാണെന്ന് മനസ്സിലാക്കുന്നു. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ GP മനുരാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ N നന്ദികേശൻ ഉപഹാര സമർപ്പണം നടത്തി. സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ്സ് ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ T തമ്പാൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ PTA പ്രസിഡന്റ് AG നൂറുൽ അമീൻ, തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയം മേധാവി KM ശ്രീനാഥൻ, ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ, EK ബൈജു, K മധുസൂദനൻ, KT ഗോവിന്ദൻ, K സുബൈദ, K കൃഷ്ണൻ, NK മുഹമ്മദ് കുഞ്ഞി, BV സുരേഷൻ, M രജീഷ്, MK ഷൗക്കത്തലി എന്നിവർ സംസാരിച്ചു. ഉർമീസ്, തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. NCPS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മതനേതാക്കൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ, സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ സ്നേഹവിരുന്നിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചൂടിനിടയിൽ NCPS കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പള കൈക്കമ്പയിൽ ഒരുക്കിയ ഇഫ്താർ സംഗമം എല്ലാ വിഭാഗം ആളുകളുടെയും കൂടിച്ചേരലിലൂടെ സ്നേഹവിരുന്നും മതേതര സംഗമവുമായി മാറി. മതനേതാക്കൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ, സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രവർത്തകർ തുടങ്ങിയവർ സ്നേഹവിരുന്നിൽ സംബന്ധിച്ചു. ഇഫ്താർ സംഗമം സംസ്ഥാന വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സുഖകരമായ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ഇല്ലാതാക്കുന്നതിലൂടെ നമ്മുടെ നാടിന്റെ ഐക്യവും മതേതര മൂല്യങ്ങളുമാണ് നഷ്ടപ്പെട്ടു പോവുക. ഇന്നത്തെ ഇന്ത്യയിൽ ഈ മൂല്യങ്ങൾ ഗുരുതരമായ വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല കാരണങ്ങളാൽ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. NCPS ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര അധ്യക്ഷത വഹിച്ചു. ഇടതുമുന്നണി സംസ്ഥാന കൺവീനർ EP ജയരാജൻ, LDF പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി MB ബാലകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, പെരിയാട്ടടുക്കം മോണ്ടഫോർട്ട് ആശ്രമത്തിലെ ഫാദർ ഡൊമിനിക് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ജനറൽ സെക്രട്ടറി PK രവീന്ദ്രൻ, JDS ജില്ലാ പ്രസിഡന്റ് PP രാജു, RJD ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ, കോൺഗ്രസ് S നേതാവ് കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് PT നന്ദകുമാർ, SDPI ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് പാക്യാര, CPI ജില്ലാ കൗൺസിൽ മെമ്പർ രാമകൃഷ്ണ കടമ്പാർ, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാഘവ ചേവാർ, NCP സംസ്ഥാന സെക്രട്ടറി C ബാലൻ, ജില്ലാ ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ മെഹബൂബ് കൈക്കമ്പ, ഉബൈദുള്ള കടവത്ത്, രാഹുൽ നിലാങ്കര, നാസർ പള്ളം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദുബായ് പോലീസും അൽ ജമീനും സംയുക്തമായി നടത്തിവരുന്ന ഇഫ്താർ കിറ്റ് വിതരണം ശ്രദ്ധേയമാകുന്നു. ദേരയുടെ വിവിധ പ്രദേശങ്ങളിലാണ് കിറ്റ് വിതരണം ചെയ്യുന്നത്. ദുബായ് പോലീസും അർജമീനും നൈഫ് പോലീസും സംയുക്തമായി ദുബായിലെ വിവിധ വ്യവസായ സ്ഥാപനങ്ങളുടെയും വാണിജ്യ പ്രമുഖരുടെയും സഹകരണത്തോടെയാണ് കിറ്റ് വിതരണം ചെയ്യുന്നത്. നൈഫിലെ വിവിധ പ്രദേശങ്ങളായ ഗോൾഡ് ഷൂക്ക്, അൽറാസ്, കോർണിഷ് എന്നീ പ്രദേശങ്ങളിൽ 1000 മുതൽ 5000 വരെ പേർക്കാണ് ദിവസേന ഇഫ്താർ കിറ്റ് വിതരണം ചെയ്തു വരുന്നത്. കഴിഞ്ഞ വർഷം നടത്തിയ പ്രവർത്തനം ഏറെ ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു. അൽജബീൻ കമ്പനിയുടെ പാർട്ട്ണറും മുൻ ദുബായ് പോലീസ് മേധാവിയുമായ അബ്ദുള്ള അൽ ഹുസനി, നൈഫ് പോലീസ് ഓഫീസർ മുഹമ്മദ് ഹത്താഫി, ഷാഹുൽ തങ്ങൾ, മജീദ് തെരുവത്ത്, മുഹമ്മദ് ഇബ്രാഹിം, സമീർ ബെസ്റ്റ് ഗോൾഡ്, ജവാദ് അബ്ബാസി, ആദിൽ മിർസ, തൈമൂർ താരിഖ്, ശ്രീജ, അൽജബീൻ സാരഥികളായ ബുഷ്ര, യുസ്ര, ഉറൂജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. പരിശുദ്ധ റമദാനിൽ ഉദിനൂർ സുന്നി സെന്ററിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെ നിരവധി പേർ ഇഫ്താറിൽ പങ്കെടുത്തു.
നാനാജാതി മതസ്ഥരും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും പ്രവർത്തകരും ഒരു മേശയിലിരുത്തി ഐക്യത്തിന്റെ പുതിയ ശീലകൾ തുന്നിച്ചേർക്കുന്നതായി ഉദനൂർ സുന്നി സെന്ററിൽ നടന്ന സമൂഹ നോമ്പുതുറ. കഴിഞ്ഞ 49 വർഷങ്ങളായി സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വൈവിധ്യങ്ങളായ സേവനങ്ങൾ നടത്തിവരുന്ന സുന്നി സെന്ററിന്റെ റമദാൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത്. കേരള മുസ്ലിം ജമാഅത്ത് തൃക്കരിപ്പൂർ സർക്കിൾ കർമ്മസമിതി പ്രസിഡന്റ് TC ഇസ്മയിൽ റമദാൻ പ്രഭാഷണം നടത്തി. MTP അബൂബക്കർ മൗലവി, TC മുഹമ്മദ് സാനി, KK നൌഫൽ സഅദി, TC മുസമ്മിൽ, N ഇബ്രാഹിംകുട്ടി, റസാഖ് പുഴക്കര, TP റാഷിദ് സഅദി, TP ഉനൈസ്, MTP അജീർ, UP ജാസിർ അലി, ATP ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സമൂഹ നോമ്പുതുറയ്ക്ക് നേതൃത്വം നൽകി. ഇത്തവണ റമദാൻ തുടക്കത്തിൽ 65-ൽ പരം കുടുംബങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കളടങ്ങിയ കിറ്റും 600 വീടുകളിലേക്ക് ഈന്തപ്പഴ വിതരണവും നടത്തിയിരുന്നു. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഫോർ ഗേൾസിലെ സീനിയർ SPC കാഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും താമസിച്ച് പഠിക്കുന്ന 35 വിദ്യാർത്ഥികളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. 2 വർഷത്തെ ചിട്ടയായ പരിശീലനത്തിന് ശേഷം കാസർഗോഡ് ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഫോർ ഗേൾസിലെ സീനിയർ SPC കാഡറ്റുകളുടെ പാസിംഗ് ഔട്ട് വർണ്ണാഭമായ ചടങ്ങോടെ സ്കൂളിൽ വെച്ച് നടന്നു. പരേഡ് കമാൻഡർ ലേന വിനോദ്, സെക്കൻഡ് ഇൻ കമാൻഡർ ദയ GC എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലയ്ക്കകത്തും പുറത്തുമായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും താമസിച്ച് പഠിക്കുന്ന 35 വിദ്യാർത്ഥികളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. കാസർഗോഡ് ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP സാബു PK മുഖ്യാതിഥിയായി പങ്കെടുത്ത് കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു. SPC ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ T തമ്പാൻ കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അരുൺകുമാർ, സ്കൂൾ സീനിയർ സൂപ്രണ്ട് പ്രസന്ന KM, പ്രിൻസിപ്പൽ അരുൺകുമാർ SR, ഹെഡ്മിസ്ട്രസ് ലളിത A, PTA പ്രസിഡന്റ് കുഞ്ഞമ്പു, PTA വൈസ് പ്രസിഡന്റ് ഷിപ്പു പാണത്തൂർ, മദർ PTA പ്രസിഡന്റ് ബേബി H, സീനിയർ അസിസ്റ്റന്റ് വിജയൻ T, SPC പ്രൊജക്ട് അസിസ്റ്റന്റ് അനൂപ് K എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേഡറ്റുകളെ പരിശീലിപ്പിച്ച സിവിൽ പോലീസ് ഓഫീസർമാരായ രേഷ്മ, നാഗേഷ് കൃഷ്ണ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ഷിജു മാസ്റ്റർ, ഉമ്മു ഹനീന ടീച്ചർ എന്നിവർക്കുള്ള ഉപഹാരങ്ങൾ DYSP സാബു PK വിതരണം ചെയ്തു. രക്ഷിതാക്കൾ, അധ്യാപകർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചീമേനി ആസ്ഥാനമായുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂരിന് വീണ്ടും ദേശീയ അംഗീകാരം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനാണ് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ അംഗീകാരം ലഭിച്ചത്. ഫെബ്രുവരി 23, 24, 25 തീയതികളിൽ വിദഗ്ധ സമിതി ചീമേനി കോളേജിൽ നടത്തിയ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് NBA അക്രഡിറ്റേഷൻ ലഭിച്ചത്. കഴിഞ്ഞ വർഷം A ഗ്രേഡോടുകൂടി കോളേജിന് NAC ദേശീയ അംഗീകാരവും ലഭിച്ചിരുന്നു. 2011-ൽ കോളേജിന് കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലുള്ള MHRDയുടെ 10 കോടി രൂപയുടെ ഫണ്ട് ടെക്നിക്കൽ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം വഴി കിട്ടിയിരുന്നു. 2016-17 അധ്യയന വർഷത്തിൽ സർട്ടിഫിക്കേഷനും ലഭിച്ചിരുന്നു. 2015-2017 ആദ്യ സൈക്കിൾ NAAC അക്രഡിറ്റേഷനും ലഭിച്ചു. നിലവിൽ കോളേജിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് NBA അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അധ്യാപകരും അനധ്യാപക ജീവനക്കാരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് നടത്തിയ കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ് കോളേജിൻ്റെ ഈ ചരിത്ര നേട്ടമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ PV മഹേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഡോക്ടർ AK നവീന, NBA പ്രൊഫസർ ഷബ്നു സലാം, പ്രൊഫസർ AV സുരേഷ് കുമാർ, പ്രൊഫസർ T രതീഷ്, K അനിൽ, MV മുരളി, PP പവിത്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നൂതനവും തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകളും അത്യാധുനിക സൗകര്യങ്ങളുമായി ഉദ്ഘാടനത്തിനൊരുങ്ങി GTech കാസർഗോഡ് സെന്റർ. പുതിയ ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ ഫാത്തിമ ആർക്കേഡിലാണ് ആധുനിക രീതിയിൽ സെന്റർ സജ്ജീകരിച്ചിരിക്കുന്നത്. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും ഡാറ്റാ സയൻസും അരങ്ങുവാഴുന്ന ആധുനിക ടെക്നോളജി വിദ്യാഭ്യാസ രംഗത്ത് റോബോട്ടോടു കൂടിയ റോബോട്ടിക്സ് ലാബ്, ജനറേറ്റീവ് AI കോഴ്സുകൾ, ഡാറ്റാ സയൻസ് ഡിപ്ലോമ കോഴ്സുകൾ തുടങ്ങി കാലഘട്ടത്തിന് അനുയോജ്യമായ കോഴ്സുകളെയും സർട്ടിഫിക്കേഷനുകളെയും ലഭ്യമാക്കിക്കൊണ്ടാണ് കാസർഗോഡിൻ്റെ IT വിദ്യാഭ്യാസ തലസ്ഥാനമായ GTech പുതിയ ഇൻഫ്രാസ്ട്രക്ചറുകളുമായി നവീകരിച്ചത്. കൂടാതെ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ അംഗീകൃത കോഴ്സുകൾ, ലോകത്തിലെ ഏറ്റവും വലിയ ERP സർട്ടിഫിക്കറ്റായ SAP, ക്വിക്ക് ബുക്സ്, മൈക്രോസോഫ്റ്റ്, അഡോബി, EC കൗൺസിൽ എന്നിങ്ങനെ ലോകത്തിലെ IT ഭീമന്മാരുടെ സർട്ടിഫിക്കേഷനുകളും കോഴ്സുകളും GTechലൂടെ ലഭ്യമാണ്. NA നെല്ലിക്കുന്നി MLA സെൻറ്റർ ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച മൾട്ടിമീഡിയ ലാബ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണനും GTech പ്ലേസ്മെന്റ് ഡിവിഷൻ GTech എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിഷാൽ അബൂബക്കറും അക്കൗണ്ടിംഗ് ലാബ് GTech മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖും നിർവഹിക്കും. GTech മാതൃകാ പദ്ധതിയായ വുമൻസ് പവർ പ്രൊജക്ട് പ്രശസ്ത കവിയത്രിയും അഭിനേത്രിയുമായ CP ശുഭ ടീച്ചർ ഉദ്ഘാടനം ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു. ഇതിൻ്റെ ഉദ്ഘാടനം നമുക്കറിയാം ബഹുമാനപ്പെട്ട MLA NA നെല്ലിക്കുന്ന് സാർ അപകടങ്ങളാണ് നിർവഹിക്കുന്നത്. മൾട്ടിമീഡിയ ലാബുണ്ട്. പ്രത്യേകമായിട്ട് കുട്ടികൾക്ക് മൾട്ടിമീഡിയ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട്. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അവர்களுം പിന്നെ GTechൻ്റെ പ്ലേസ്മെൻറ്റ് ഡിവിഷൻ GTechൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിഷാൽ അബൂബക്കറുമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പം അക്കൗണ്ടിംഗ് മേഖലയിൽ നമ്മൾ പ്രത്യേകമായിട്ടൊരു ലാബ് ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ ERP സോഫ്റ്റ്വെയർ അടക്കം പഠിപ്പിക്കാനായിട്ടുള്ള അതിന് നമ്മുടെ മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖും ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക. GTechൽ പുതിയൊരു സെൻറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇന്ന് IT മേഖലയിലുള്ള ഏറ്റവും അത്യാധുനികമായിട്ടുള്ള എല്ലാ കോഴ്സുകളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ഡാറ്റാ സയൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെയുള്ള റോബോട്ടിക്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് പോകുന്നത്. ഇതടക്കം എല്ലാ കോഴ്സുകളും പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ GTechൻ്റെ പുതിയ ഭാത്തി മാർക്കറ്റിലുള്ള സെൻറ്ററിൽ ഒരുക്കിയിട്ടുണ്ട്. GTech റീജിയണൽ മാനേജർ ജസ്റ്റിൻ തോമസ്, കാസർഗോഡ് GTech സെൻറ്റർ ഡയറക്ടർ റാം KVK, ഓപ്പറേഷൻ മാനേജർ ദീപക് ദേവദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കരിങ്കൽ ചെങ്കൽ കെട്ടിട നിർമ്മാണ സംഘം BMS ജില്ലാ സമ്മേളനം മാവുങ്കാൽ വ്യാപാര ഭവനിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം തെന്നലപുരം ഉദ്ഘാടനം ചെയ്തു. മാവുങ്കാൽ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച കരിങ്കൽ ചെങ്കൽ കെട്ടിട നിർമ്മാണ സംഘം BMS ജില്ലാ സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം തെന്നലപുരം ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി നമ്മുടെ യൂണിയനുകളുടെയൊക്കെ തന്നെ ജില്ലാ സമ്മേളനങ്ങൾ ആ കാര്യക്രമം അനുസരിച്ച് നടക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ജില്ലയിലുള്ള യൂണിയന്റെ സമ്മേളനം നമ്മൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിരവധിയായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് വലിയ ചർച്ചകളും എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺ റോഡ്, മടിക്കൈ മേഖലാ സെക്രട്ടറി തമ്പാൻ പറക്ലായി, കൃഷ്ണൻ കേളൂത്ത് എന്നിവർ സംസാരിച്ചു. BMS ജില്ലാ ട്രഷറർ അനൂപ് കോളിച്ചാൽ ഭാരവാഹി പ്രഖ്യാപനവും BMS ജില്ലാ സമിതി അംഗം VV ബാലകൃഷ്ണൻ സമരോഗ് പ്രഭാഷണവും നടത്തി. യൂണിയൻ ജില്ലാ സെക്രട്ടറി സത്യനാഥ് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ലീലാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ലക്ഷ്മണൻ തൃക്കരിപ്പൂർ നിർമ്മാണ മേഖല നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് പ്രമേയം അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി കൃഷ്ണൻ കേളൂത്ത്, ജനറൽ സെക്രട്ടറിയായി ലീലാകൃഷ്ണൻ മുള്ളേരിയ, ട്രഷററായി N ഐത്തപ്പ കുമ്പള എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കർണാടകയിലെ ദാവൺകരയിൽ നടന്ന 26ാമത് ദേശീയ സബ് ജൂനിയർ സെപക് താക്രോ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച മാവുങ്കാൽ കാട്ടുകുളങ്ങരയിലെ ശ്രീനന്ദ MVക്ക് സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം തരം വിദ്യാർത്ഥിനിയാണ് ശ്രീനന്ദ MV. കർണാടകയിലെ ദാവൺഗരയിൽ നടന്ന 26ാമത് ദേശീയ സബ് ജൂനിയർ സെപക് താക്രോ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ചുകൊണ്ടാണ് ശ്രീനന്ദ MV നാടിന് അഭിമാന നിമിഷം സമ്മാനിച്ചത്. മാവുങ്കാൽ കാട്ടുകുളങ്ങര സ്വദേശിയും കാഞ്ഞങ്ങാട് സിറ്റി ചാനൽ വിഷ്വൽ എഡിറ്ററുമായ വിജയസാരഥി സരിത ദമ്പതികളുടെ മകളായ ശ്രീനന്ദ MV കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം തരം വിദ്യാർത്ഥിനിയാണ്. സഹോദരൻ ശ്രീനിവേദ് സംസ്ഥാനതല കായിക താരമാണ്. ചിട്ടയായ പരിശീലനം, നിശ്ചയദാർഢ്യം, കുടുംബത്തിന്റെയും അധ്യാപകരുടെയും പിന്തുണ എന്നിവ കൈമുതലാക്കിയാണ് ശ്രീനന്ദ MV കായിക രംഗത്തും പഠനരംഗത്തും ഒരുപോലെ തിളങ്ങുന്നത്.
ശ്രീനന്ദ എംപിക്ക് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഉജ്ജ്വല സ്വീകരണം നൽകി. ജെൻ വെള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ എൻ വേണുനാഥൻ, കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗം പള്ളം നാരായണൻ, PTA പ്രസിഡന്റ് വി ശ്രീജിത്ത്, സ്റ്റാഫ് സെക്രട്ടറി വിനോദ് പുറവങ്കര, കായിക അധ്യാപിക റീന, മാതാപിതാക്കളായ വിജയസാരഥി, സരിത എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൌരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തി LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നടന്ന നൈറ്റ് മാർച്ചിൽ വൻ ജനപങ്കാളിത്തം. കാഞ്ഞങ്ങാട് TB റോഡ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് അതിഞ്ഞാലിൽ സമാപിച്ചു. ഈ മണ്ണിലൂടെ കടന്നു വരുന്നത് പൌരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തി LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്ന നൈറ്റ് മാർച്ചിൽ വൻ ജനപങ്കാളിത്തം. കാഞ്ഞങ്ങാട് TB റോഡ് ജംഗ്ഷൻ മുതൽ അതിഞ്ഞാൽ വരെ സഞ്ചരിച്ച മാർച്ചിൽ നൂറുകണക്കിന് ജനങ്ങളാണ് അണിനിരന്നത്. ഇ ചന്ദ്രശേഖരൻ MLA, VK രാജൻ, അഡ്വക്കേറ്റ് K രാജ്മോഹൻ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, M പൊക്ലൻ, കാറ്റാടി കുമാരൻ, VV പ്രസന്നകുമാരി, K സബീഷ്, ഷാലു മാത്യു, KV സുജാത, വിപിൻ ബല്ലത്ത്, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, KV കൃഷ്ണൻ, മാട്ടുമ്മൽ ഹസൻ, KC മുഹമ്മദ് കുഞ്ഞി, മുക്കോട് അഹമ്മദ്, M ഇബ്രാഹിം, PM ഫാറൂഖ്, M ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചർച്ചയായി റിയാസ് മൗലവി വധക്കേസ് വിധിയും. സർക്കാരിനും ഇടതുമുന്നണിക്കും വിധി രാഷ്ട്രീയ പ്രതിസന്ധിയാകുമ്പോൾ വിഷയം UDF-ന് പ്രചരണ ആയുധമാകും. റിയാസ് മൗലവി വധക്കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് രംഗത്ത്. കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ നിയമസഹായം നൽകുമെന്നും ലീഗ് ജില്ലാ നേതൃത്വം. കാസർഗോഡ് ഭീതി പരത്തിയ മരവടിക്കള്ളൻ ഒടുവിൽ പോലീസ് പിടിയിൽ. തിരുവനന്തപുരം പോത്തൻകോട് മുഹമ്മദ് അബ്ദുൽ ഹാദിയാണ് സേലത്ത് നിന്നും പിടിയിലായത്. കുമ്പള കളത്തൂർ ചെക്ക് പോസ്റ്റിലെ കാറ്റാടി പ്രവർത്തിക്കുന്നില്ല. കാറ്റാടി നന്നാക്കിയാൽ പരിഹാരമാകുക നൂറുകണക്കിന് കുടുംബങ്ങളുടെ ജലക്ഷാമത്തിന്. NCPS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. നിരവധി പ്രമുഖർ സ്നേഹവിരുന്നിൽ പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നൈറ്റ് മാർച്ച് നടത്തി. പൌരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ നിന്ന് മുദ്രാവാക്യമുയർത്തിയായിരുന്നു മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.